CUT 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ആക്ച്വലി എയിം ചെയ്യുന്നത് ചിലപ്പോൾ അഗ്രികൾച്ചർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിരിക്കും. നമുക്കറിയാം ICARന്റെ AIEEE എന്ന് പറയുന്ന വലിയൊരു എൻട്രൻസ് എക്സാമിനേഷൻ 2 വർഷങ്ങൾക്ക് മുൻപെയാണ് CUTയുമായിട്ട് മെർജ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ CUTയുടെ കീഴിലൂടെയാണ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള അഗ്രികൾച്ചർ സീറ്റിലേക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നത്. സോ എങ്ങനെയാണ് അഗ്രികൾച്ചർ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്, സീറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സോ ഒരു അഗ്രികൾച്ചർ ആസ്പിരൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ വലിയൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് ഇപ്പോൾ CUTയുടെ കീഴിലേക്ക് മാറ്റിയിരിക്കുന്നത്. CUTയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്റ്റുകളുടെ കോമ്പിനേഷൻ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഈ പറയുന്ന അഗ്രികൾച്ചറും അലീഡ് കോഴ്സുകൾ, എന്താണ് ഈ അലീഡ് കോഴ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ പോലെ തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ഡയറി ടെക്നോളജി, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, സെറികൾച്ചർ, ഹോം സയൻസ്, കമ്മ്യൂണിറ്റി സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകളെ ചേർത്തുകൊണ്ടാണ് അഗ്രികൾച്ചറിൻ്റെ അലീഡ് കോഴ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെയും അലീഡ് കോഴ്സുകളിൻ്റെയും അഡ്മിഷൻസ് നടക്കുന്നത് CUT എൻട്രൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് CUT പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റായിട്ട് ഈ 3 സബ്ജക്റ്റുകളെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒപ്പം യൂണിവേഴ്സിറ്റി നെയിമിൽ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അതും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് സെലക്ട് ചെയ്യാതെ നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് PCB എഴുതിയതിൻ്റെ കാര്യമില്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിമിൽ ഈ പറഞ്ഞ ICAR സെലക്റ്റഡ് അല്ലെങ്കിൽ ഓപ്റ്റഡ് ആയിട്ട് തന്നെ ഉണ്ടാകണം. ഓക്കെ, സോ ഇത് ആരും തന്നെ തെറ്റിക്കരുത്. മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നീട് തിരുത്താൻ കൂടി സാധിക്കുന്ന ഒരു കാര്യമല്ല. ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരു ICAR ആസ്പിരന്റ് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നത്. ഓക്കെ, ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷൻ നിങ്ങൾ എക്സാം എഴുതിയാൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. +2ൽ നിങ്ങൾ ഇതേ പരീക്ഷ 50% മാർക്കിൽ കൂടുതൽ നേടിയിട്ടും ഉണ്ടാകണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പിനേഷനിൽ എക്സാം എഴുതാൻ സാധിക്കൂ. അങ്ങനെ എക്സാം എഴുതിയതിന് ശേഷം ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് CUT ഒരു മാർക്ക് പബ്ലിഷ് ചെയ്യും. ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ICAR ആ മാർക്ക് വച്ചുകൊണ്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ICARന്റെ കീഴിൽ വരുന്ന 60ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് അഗ്രികൾച്ചർ ആൻഡ് അലീഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻസ് നടക്കുന്നത്. അതിനകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ലൈക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളും വരുന്നുണ്ട്. പക്ഷെ അത് ICARന്റെ കീഴിലല്ല നേരിട്ട് വരുന്നത്, അത് CUTയുടെ അണ്ടറിലാണ് വരുന്നത്. അതേസമയം IARI പോലെയുള്ളത്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളാണ് ICAR ത്രൂ അഡ്മിഷൻസ് ലഭിക്കുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ ICAR ത്രൂ അല്ല അഡ്മിഷൻസ് ലഭിക്കുന്നത്. പക്ഷെ അവിടെയും അഗ്രികൾച്ചർ കോഴ്സസ് അവൈലബിൾ ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് CUT എക്സാം എഴുതിയതിനു ശേഷം നേരിട്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നതാണ്. സോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്ന മുറയ്ക്ക് അതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറിൻ്റെയും അലീഡ് കോഴ്സിൻ്റെയും നമ്മുടെ 20% വരുന്ന ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് CUT എൻട്രൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതുക എന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇനി ഒരു വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ടില്ല, കളയാനായിട്ടില്ല. ഇപ്പോൾ തന്നെ +2 കഴിയുമ്പോൾ തന്നെ അത് ക്രാക്ക് ചെയ്ത് ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൈലത്തിൻ്റെ XPL പ്രോഗ്രാം ഓണാണ്. ഈ മാസം 20-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സ്പെഷ്യൽ ഓഫറും സൈലം നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. Xmas25 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഈ താഴെ കാണുന്ന രീതിയിലുള്ള ഫീസ് സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് വരുന്നത്. 3 ടൈപ്സ് ഓഫ് കോഴ്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത്. ഒന്ന് ജനറലിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ ക്ലാസ് PCMBയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ദെൻ ഇത് രണ്ടും കൂടി ചേർത്തുള്ള കോംബോയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫീസ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് താഴെ കാണാം. അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ ഫീസ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് മറക്കേണ്ട
നമ്മുടെ എക്സ്മസ് 25 ആണ്. ഓക്കെ, സോ എല്ലാവരും നമ്മുടെ CUT എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ വർഷം തന്നെ ഒരുമിച്ച് നേടിയെടുക്കാം.